ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റ് ട്രിപ്സ് ടിപ്സ്. ഞാൻ ഗ്രീഷ്മ. ഇന്ന് നമുക്കൊരു മീനച്ചാർ തയ്യാറാക്കിയാലോ. അധികം മുള്ളില്ലാത്തതും ദശകട്ടിയുള്ളതുമായ ഏത് മീനും അച്ചാറിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ വേള എന്ന് പറയുന്ന മീനാണ് എടുത്തിരിക്കുന്നത്. വേളാപ്പാര എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും. നിങ്ങൾക്ക് കേരമീനോ ചൂരയോ അല്ലെങ്കിൽ നെയ്മീനോ ഒക്കെ മോദയോ ഒക്കെ ഉപയോഗിക്കാം. കഴുകി വൃത്തിയാക്കിയ ശേഷം ഏകദേശം 1 കിലോയ്ക്ക് അടുത്തുള്ള മീനുണ്ട്. ഇത് ഫ്രൈ ചെയ്യുന്നതിനായിട്ടുള്ള മസാല തയ്യാറാക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ വിനാഗിരി, കുറച്ച് വെള്ളം. ഇത് ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ഓയിൽ ഏത് ഓയിലാണോ നിങ്ങൾ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത് അത് തന്നെ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ഇപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് ഉപ്പും കൂടെ ചേർക്കാവുന്നതാണ്. അതിനുശേഷം മീനിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഞാനിവിടെ ഉപ്പ് ഈ ഒരു സ്റ്റേജിലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് മസാല മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഉപ്പും കൂടി ചേർക്കാവുന്നതാണ്. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് വേണം ചേർക്കാൻ. നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച ശേഷം 1 മണിക്കൂർ മാരിനേഷൻ ചെയ്യാനായിട്ട് വെക്കുക. ഫ്രിഡ്ജിൽ വെക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്നതിനായിട്ട് നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഉപയോഗിക്കുക. നല്ലെണ്ണ ഉപയോഗിച്ച് ഫ്രൈ ചെയ്താൽ കൂടുതൽ കാലം കേടുകൂടാതിരിക്കും. വെളിച്ചെണ്ണ ടേസ്റ്റ് കൂടുതലാണ് എങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അച്ചാർ കനച്ചു പോകാനും പൂപ്പൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. മീൻ നല്ലതുപോലെ എല്ലാ സൈഡും തിരിച്ചിട്ട് വറുത്തെടുക്കുക. ഒരുപാട് കരിഞ്ഞു പോകരുത്, എന്നാലും മീനിൻ്റെ കഷ്ണങ്ങൾ നല്ല കട്ടിയായിട്ട് നല്ലതുപോലെ മൂത്ത് ഫ്രൈ ആയിട്ട് വരണം. ഇനി നമുക്കത് കോരിയെടുക്കാം. ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മീനും കൂടി ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇട്ട ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത്. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ എല്ലാ സൈഡും ഫ്രൈ ചെയ്ത് എടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യുമ്പോൾ ഔട്ടർ കരിഞ്ഞു പോവുകയും പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയും ഉണ്ട്. നല്ലതുപോലെ മൂത്ത ശേഷം കോരിയെടുക്കാവുന്നതാണ്. എല്ലാ മീനും ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതേ സെയിം ഓയിൽ തന്നെ നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യുന്നതിനായിട്ട് എടുക്കാം. അതിൻ്റെ കരിഞ്ഞ പോർഷൻസ് എല്ലാം മാറ്റിയിട്ട് എണ്ണ മാത്രം തെളിച്ചെടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കുക. അതിലേക്ക് 2 തുടം വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി വലിയ കഷ്ണങ്ങളെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. 2 ഇഞ്ച് വലുപ്പത്തിലുള്ള 2 കഷ്ണങ്ങൾ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർക്കുക. 3 കതിർപ്പ് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് കരിഞ്ഞു പോകരുത്, പക്ഷേ പച്ചമണം എല്ലാം മാറി നല്ലപോലെ ഒരു ക്രിസ്പി ആയി തുടങ്ങുന്ന ഒരു സമയത്ത് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാവുന്നതാണ്. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഇത് പിരിയൻ മുളക് പൊടിയും സാധാരണ എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചെടുത്തതാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്യുക. ഒരു 10 സെക്കൻഡ് സമയം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം മിക്സ് ചെയ്യാൻ. ഒരുപാട് സമയം മിക്സ് ചെയ്താൽ പൊടികൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. 100 ml വിനാഗിരിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. 100 ml തന്നെ 1 കിലോ മീൻ ധാരാളമായിട്ട് വരും. നല്ല പുളിയുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെള്ളം ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർക്കുന്നത്. 1 മുതൽ 1.25 കപ്പ് വരെ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അച്ചാറിന് നല്ലതുപോലെ ഗ്രേവി ഉണ്ടാവും. ഇത് കുറച്ചൊരു കുഴഞ്ഞൊരു രൂപത്തിലാണ് ഇരിക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക.
അരപ്പിൽ ഈ ഒരു ഗ്രേവിക്കകത്ത് നല്ലതുപോലെ എരിവും പുളിയും ഉപ്പും ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയ ശേഷം മാത്രം മീൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് നേരം നല്ലതുപോലെ തിളപ്പിച്ച് ഗ്രേവി കുറുകി വരണം. അതിനുശേഷം മാത്രം മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത ശേഷം 2 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിക്കുക. ജസ്റ്റ് ഒന്ന് തിള വന്ന ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. നല്ലതുപോലെ തണുത്ത ശേഷം നമുക്ക് നനവില്ലാത്ത ഭരണികളിലാക്കി എയർ ടൈറ്റായിട്ട് അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. 2-3 ദിവസം കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നല്ല നനവില്ലാത്ത സ്പൂൺ കൊണ്ട് വേണം അച്ചാറെടുക്കാൻ. എങ്കിൽ മാത്രമേ കേടുകൂടാതെ ദീർഘനാൾ ഉപയോഗിക്കാൻ പറ്റൂ. 3 മാസം വരെ ഇത് കേടുകൂടാതെ ഇരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.